ഇറാൻ പണി തുടങ്ങി. ഈ ഒരു വാർത്ത കേൾക്കാൻ ജനമിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതിലേറ്റവും കൂടുതൽ മലയാളികൾ ചില ഈ മുസ്ലിം ഹമാസ് അനുകൂലമുണ്ടല്ലോ, മലയാള ഹമാസ്മാർ, അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേലിന് പണി തുടങ്ങുന്ന കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവർ ബലം എന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു, റഷ്യ ഇറാനോട് ചേരുന്നു, റഷ്യ ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്തി കൊടുക്കുന്നു, സഹായിക്കുന്നു. ഇതൊക്കെ കേട്ട് ബലമാണ്. അതിനിപ്പോൾ ഇറാന് റഷ്യ കൂടെ ഉണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഇറാൻ തന്നെ ജയിക്കും. പിന്നെ കുറേ മുസ്ലിം രാജ്യങ്ങളിങ്ങനെ അതും നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെ ഭയങ്കര അഹങ്കാരത്തോടെ ഇസ്രായേൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇസ്രായേൽ കൂടെ നിൽക്കുക പറയുന്നുണ്ട്. ഇസ്രായേൽ നെതന്യാഹു പറഞ്ഞത്, വരട്ടെ, നമുക്ക് നോക്കാം, നമ്മൾ സജ്ജരാണ്, ഇറാനെന്നല്ല. ഇനി ഇറാനെ അനുകൂലിക്കുന്ന ഏത് സാമ്രാജ്യ ശക്തി വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ കുലുങ്ങത്തുമില്ല, വരട്ടെ, ഏത് സാഹചര്യം വന്നാലും ഞങ്ങൾ അഭിമുഖീകരിക്കാൻ, ഞങ്ങൾ പ്രതിരോധിക്കാൻ സന്നദ്ധരാണ്. ഇതാണ് യഥാർത്ഥ ഒരു പടപ്പോരാളിയുടെ നെഞ്ചുറപ്പെന്ന് പറയുന്നത്. അല്ലാതെ മറ്റു കൂട്ടാളെ പിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുത്തൻ്റെ നെഞ്ചത്ത് കയറുക എന്നുള്ളതല്ല. വരട്ടെ, വെയിറ്റ് ചെയ്യാൻ. നെതന്യാഹുവും കൂട്ടരും വെയിറ്റിങ്ങിലാണ്. ഏതുവരെ പോകാൻ നോക്കാം. ഇസ്രായേലിനറിയാം ഇറാനോട് സപ്പോർട്ട് ചെയ്യുന്ന റഷ്യയ്ക്ക് കൊണ്ടെടുത്ത പണി. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഹിസ്ബുള്ള ഈ ഇസ്രായേൽ ഒത്തിരി ദൂരെയാണ് ഹിസ്ബുള്ള അല്ലെങ്കിൽ ലെബനോൺ എന്ന് പറയുന്നത്, ഹിസ്ബുള്ള. അപ്പോൾ ഹിസ്ബുള്ളയോട് നെതന്യാഹു പറയും, ഞങ്ങളുടെ കരം എത്ര ദൂരെയാണെങ്കിലും ഞങ്ങളുടെ കരം അതുവരെ നീളും എന്ന് പറഞ്ഞാൽ ഏത് അടിത്തറയിൽ ഏത് തുരങ്കത്തിനകത്ത് കയറി ഒളിച്ചിരുന്ന ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് ഏത് തുരങ്കത്തിനകത്ത് കയറി ഒളിച്ചിരുന്നാലും അതിനകത്ത് കയറി പണി കൊടുക്കും. നീ നക്ഷത്രങ്ങളുടെ കൂടുകൂട്ടിയാലും എവിടെ സമുദ്രത്തിലാരും മറഞ്ഞിരുന്നാലും ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേലിനോട് കൂടെ ഉള്ളിടത്തോളം കാലം ഇസ്രായേലിനെ വിറപ്പിച്ചിട്ട് ഒരു രാഷ്ട്രങ്ങളും അങ്ങനെ ഒത്തിരി ഒന്നും സന്തോഷിച്ചിരിക്കില്ല. ഇനിയെങ്കിലും ഈ ഹൂതികളും ഈ മുസ്ലിം ഇവന്മാരൊക്കെ ചിന്തിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ദൈവം തന്നെയാണ് യഥാർത്ഥ ദൈവമെന്ന് അല്പമെന്ന് ചിന്തിക്കണം. കാര്യം ഇടയ്ക്കൊക്കെ വാർത്ത വന്നു, ഇസ്രായേലിൻ്റെ ദൈവമാണ് ഇറാനെ തോൽപ്പിച്ചത്. ഹനി എന്ന് പറയുന്ന തീവ്രവാദിയാണ്. പുള്ളി ഇവിടെ വലിയ മാനവകുലം ചെയ്തിട്ടില്ല. പുള്ളി ഇവിടെ വലിയ പാണ്ഡിത്യവും മനുഷ്യ നൽകിയിട്ടില്ല. വിവരവും വിദ്യാഭ്യാസവും ജ്ഞാനവും മനുഷ്യന് എന്തെങ്കിലും സഹായകരമായ അനുകൂലമായ ഒരു സംഭവവും ഹനിയ ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്തു. ഇവിടെ ഗാസയിലെ 10,000-40,000 പേരെ കൊല്ലാൻ വേണ്ടി ഹനിയെ കൂട്ടുനിന്നു. പിന്നെ ഇവിടെ ആര് പേടിക്കാൻ? നമ്മുടെ ഇസ്രായേൽ സത്യമായിട്ട് പറയുന്നു, സന്നദ്ധരെ തന്നെ എല്ലാം റെഡിയാക്കി സന്നദ്ധ നിൽക്കുന്നു. ഇനിയിപ്പം ഈ റഷ്യ എന്നല്ല, ഈ ലോകത്തെ ഏത് രാജ്യം ഇറാനോട് കൂട്ടിച്ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചാലും നെതന്യാഹുവിന് നെഞ്ചെടുപ്പില്ല. ചില മാധ്യമ വാർത്ത പറയുന്നതുകൊണ്ട് ഇസ്രായേൽ പേടിച്ചിരിക്കുന്നു, ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ പേടിച്ചിരിക്കുന്ന കാര്യമൊന്നുമില്ല. കോട്ടയ്ക്കാണ് മടക്കകത്ത് കയറി ഇവനെ ഇസ്മായിൽ ഹനിയെ കൊല്ലുമെങ്കിൽ അത് പ്രത്യാഘാതം കണ്ടിട്ട് തന്നെയാണ് അവൻ്റെ കോട്ടയ്ക്കകത്ത് കയറി കൊന്നത്, തട്ടിയത്. അതുകൊണ്ട് ഇസ്രായേൽ പേടിച്ചിരിക്കുന്നു, ഇസ്രായേൽ വരണ്ടിരിക്കുന്നു, നെതന്യാഹു നെഞ്ചെടുപ്പ് കൂടിയിരിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ ഇങ്ങനെ ചില ഈ ലോക്കൽ മുസ്ലിം അനുകൂല യൂട്യൂബ് ചാനലിലേക്ക് നടത്തിവിടുന്നുണ്ട്. ഇത് അറിഞ്ഞ് തന്നെയാണ് കളിച്ചത്. അതുകൊണ്ട് ഇസ്രായേലിനെ പേടിയൊന്നും ഇല്ല. വരട്ടെ, വെയിറ്റിങ്ങിലാണ്. ഏതുവരെ പോകുന്നു നോക്കാം. ഇവിടെ ഈ മലയാളി നമ്മൾ കേരളത്തിലെ ചില മുസ്ലിം തീവ്രവാദികളോട് പറയേണ്ടതേ, ചുമ്മാ ഇറാൻ ഒന്നും ചെയ്യില്ല, ചെയ്താൽ ഇറാനെ പൂട്ടും. അതാണ് നെതന്യാഹു പറഞ്ഞത്. ഇതിന് ഇസ്രായേൽ കയറി തൊട്ട ഇറാൻ ഓർമ്മ മാത്രം. അതിനുള്ള ഇവിടെ ഇറാൻ്റെ പദ്ധതി ഒന്നുമില്ല. ഇസ്രായേലിൻ്റെ എവിടെയൊക്കെ ആയുധമുണ്ടെന്ന് എന്തൊക്കെയാണ് പദ്ധതിയെന്നും നീയൊക്കെ കടഞ്ഞു പിടിച്ചാൽ അറിയത്തില്ല, മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും സംവിധാനം ഒരുക്കി വെച്ചിട്ട് അവിടെ കയറി ഹനയെ ഒതുക്കാൻ ഇസ്രായേലിന് പറ്റിയെങ്കിലുണ്ടല്ലോ, ഇസ്രായേലിൻ്റെ പരിപാടിയൊന്നും നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേലിന് കൂടെയുണ്ട്. വെയിറ്റ് വരാം, നോക്കാം. ഇവിടെ കാത്തിരിക്കുന്നവരോട് പറയാം, ഒത്തിരി ഒന്നും അങ്ങനെ സന്തോഷിക്കേണ്ട വക ഇറാനിൽ നിന്ന് കിട്ടത്തില്ല.
കേട്ടോ. ഓക്കെ.